ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിക്കോണം, നമ്മൾ വെറുതെ ഇരിക്കുകയാണ്, നമ്മൾ ഉഴപ്പുവാണ്. പക്ഷെ പിശാച് ഉഴപ്പുന്നില്ല, അവൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളാകപ്പാടെ ഒന്ന് ഉഷാറാകുന്നത് വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ്. പക്ഷെ അവൻ 24 hours അവൻ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ പിടിച്ചു കെട്ടാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശക്തി പ്രാപിച്ച് അവരെതിരായി നിൽക്കണം. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടുള്ള പോരാട്ടങ്ങളെ മനസ്സിലാക്കി പ്രാർത്ഥനയിലും ഉപവാസത്തിലും നമ്മൾ പോരാടി അതിന്മേൽ ജയമെടുക്കണം. ഈ പോരാട്ടങ്ങളെ മനസ്സിലാക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഉപവസിക്കുന്നത്. ഉപവാസം പ്രാർത്ഥന എന്ന് പറയുന്നത് 800-ന്റെ കാറ് മാറി അത് ഒരു ഇന്നോവയാകാൻ വേണ്ടിയല്ല, ഒരു നില കെട്ടിടം മാറി 2 നില കെട്ടിടം ആകാനല്ല. നിന്റെ പ്രാർത്ഥനയും ഉപവാസം എന്ന് പറയുന്നത് പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയാൻ, പിശാചിന്റെ തന്ത്രങ്ങളെ, ആ വെപ്പൺസിനെ തിരിച്ചറിയാൻ, അവന് നേരെ പടയോട്ടം നടത്താൻ, അവന് നേരെ പടപൊരുതാനാണ് ദൈവം നമുക്ക് ഉപവാസവും പ്രാർത്ഥനയൊക്കെ തന്നിരിക്കുന്നത്. ദൈവത്തോട് പറ്റിയിരിക്കാൻ. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിൽ നിന്ന് ശക്തി വ്യാപരിക്കത്തില്ലേ? ദൈവത്തിൽ നിന്ന് കൃപ വ്യാപരിക്കത്തില്ലേ? സ്തോത്രം. ദൈവത്തോടു കൂടെ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. സ്തോത്രം. എഫേസ്യ ലേഖനം 6:10 ഇപ്രകാരം തുടങ്ങുന്നു: ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. കർത്താവിൽ ശക്തിപ്പെടാത്തൊരു വ്യക്തിക്ക് അമിതബലം പ്രാപിച്ചെടുക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ഇരിക്കാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഈ അമിത ശക്തി പ്രാപിച്ചെടുക്കുന്നത്? അതിനാണ് ഉപവാസവും പ്രാർത്ഥനയും. നമുക്കറിയാം, പണ്ട്, ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല, പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കൊല്ലൻ്റെ ആലയുണ്ടായിരുന്നു, കൊല്ലൻ്റെ ആല. ഈ ആലയിൽ ചെന്ന് കഴിഞ്ഞാൽ, ഈ ആലയിൽ ഒരു ഇരുമ്പ് കഷ്ണം, എന്ന് പറഞ്ഞാൽ കറുത്ത ഒരു ഇരുമ്പ്, അത് വെട്ടിരുമ്പായിക്കോട്ടെ, തൂമ്പായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെ കൈകൊണ്ട് പിടിച്ച് ആ മനുഷ്യനെ തീക്കാത്തോടിടും. എന്നിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. പമ്പ് ചെയ്തുകൊണ്ട് ഈ തീക്കനൽ കത്തി 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 അവസാനം ആ തീക്കനൽ ശോഭിച്ച് നല്ല ചുമന്ന് നിൽക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് പിടിച്ചെടുത്തിട്ട് ഈ കറുത്ത ഇരുമ്പ് കഷണം അത് തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിൽ അതും ആ സെയിം തീയുടെ കളറായി മാറും. കുറച്ച് മുമ്പേ കൈകൊണ്ട് എടുത്തിട്ട മനുഷ്യൻ പിന്നെ അത് കൈകൊണ്ട് പിടിക്കത്തില്ല, ചവണ കൊണ്ട് അതിനെ പൊക്കിയെടുത്തിട്ട് കല്ലിൽ വെച്ച് അടിച്ചു പദം വരുത്തും. എന്നിട്ട് വീണ്ടും എടുത്തിടും, വീണ്ടും അടിച്ചു പദം വരുത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പസമയം തീക്കകത്തിരുന്നപ്പോൾ കുറച്ച് മുമ്പേ കൈകൊണ്ടെടുത്തിട്ട ആ ഇരുമ്പായുധം പിന്നെ അദ്ദേഹം കൈകൊണ്ട് തൊട്ടില്ല. അതിൻ്റെ അർത്ഥം അല്പസമയം തീക്കകത്തിരുന്നപ്പോൾ സാധാരണ ഒരു ഇരുമ്പിലേക്ക് തീയുടെ ശക്തി വ്യാപരിച്ചു കയറിയെങ്കിൽ, ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവത്തിൽ വ്യാപരിച്ചത് നിന്നിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ വ്യാപരിച്ച അത്യന്ത ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. ദൈവത്തിൽ വ്യാപരിക്കുന്ന സ്നേഹം നിന്നിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ദൈവത്തിൽ വ്യാപരിക്കുന്ന സമാധാനം നിന്നിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ദൈവത്തിൽ വ്യാപരിക്കുന്ന സൗമ്യത നിന്നിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. അപ്പോൾ അഭിനയത്തിൻ്റെ കാരണമില്ല, അഭിനയത്തിൻ്റെ കാര്യമില്ല.